ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഒമാനിലെ മർജാവ് ഫോർട്ടിലേക്കാണ്. മർജാവ് ഫോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒമാനിലെ തന്നെ ജബൽ ഹഫീദ് മലയുടെ അടിയിലായിട്ടാണ്. അത് മെസിയാദിൽ നിന്നും കുറച്ച് യാത്ര ചെയ്താൽ നമുക്ക് ഈ ഫോർട്ടിലെത്താം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഒമാനിലെ മിനി സലാല എന്ന് പറയപ്പെടുന്ന UAE ചേർന്ന് കിടക്കുന്ന ഒരു വലിയൊരു ഏരിയയാണിത്. ഈ ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. നിങ്ങൾ കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് ജബൽ ഹഫീദ് മല. ഈ കാണുന്നതാണ് ഒരു മിനി സലാല എന്ന് പറയപ്പെടുന്ന ഒരു ഫാം ഏരിയ. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. നമ്മളിപ്പോൾ ഒമാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒമാനിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് UAE റെസിഡൻസിനാണെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി മാത്രം മതി. ഇപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും പോരുന്നുണ്ട്, അവർക്ക് എമിറേറ്റ്സ് ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ, വിസിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ വരുമ്പോൾ പാസ്പോർട്ടും കൂടെ കരുതിയിരിക്കണം. അപ്പോൾ എമിറേറ്റ്സ് ഐ ഡിയും പാസ്പോർട്ടും എല്ലാവരും കരുതിയിരിക്കണം. ഇനി പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ, വിസിറ്റർ ആണെന്നുണ്ടെങ്കിൽ അവർ വിസിറ്റ് വിസ ഓൾറെഡി നേരത്തെ എടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. അതാണ് നമ്മളെ സേഫസ്റ്റ് കാര്യം. നമ്മൾ ട്രാവൽ ഏജൻസി സമീപിച്ച് വിസ എടുത്തിട്ട് വേണം ഒമാനിലേക്ക് എത്താൻ. നമ്മളിപ്പോൾ വാദി ഷീ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ്. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ വളരെയധികം വെള്ളം കയറിയുകൊണ്ട് ഈ വഴിയെല്ലാം ഒന്ന് മോശമായി. നമ്മൾ ഒമാനിൽ നിന്നും ഏകദേശം UAE ചേർന്ന് കിടക്കുന്ന ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർട്ടാണിത്. നമ്മൾ യാത്ര ചെയ്തേക്കുന്നത് മെസിയാദ് ബോർഡിൽ നിന്നാണ്. മെസിയാദ് ബോർഡിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ വെറും 15 മിനിറ്റ് മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർട്ടിലെത്താം. ഇപ്പോൾ കാണുന്നത് നമ്മളൊരു മോസ്കാണ്. മോസ്ക് കഴിഞ്ഞ് അല്പം ഒരു ഹൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഈ ഫോർട്ടിൻ്റെ പാർക്കിങ്ങിലേക്കാണ് എത്തുക. ഒരു ഹ്യൂജ് ഏരിയ തന്നെ പാർക്കിങ്ങിനായിട്ട് ഇവർ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒമാൻ്റെ ഫ്ലാഗ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഈ ഫോർട്ടിൽ ഏകദേശം 4 ബെഡ്റൂംസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒത്തിരി പക്ഷികളുടെ സൗണ്ട് കേൾക്കാം. നല്ല ഒരു ഏരിയയാണ്. ഒരു ബ്യൂട്ടിഫുൾ കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. നമ്മൾ ഒമാനിലേക്ക് വരികയാണെങ്കിൽ, വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ആദ്യം തന്നെ കാണാൻ പറ്റിയ ഏറ്റവും ഫസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷനാണ് ഈ ഫോർട്ട്. ഇതിനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ടവറും കൂടി ഉണ്ട്, ഒരു 3 നില ഹൈറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഫോർട്ട് കാണാനായിട്ട് പോകുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12:30 മുമ്പ് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും 12:30 ആയിരുന്നു. അതുകൊണ്ട് പുള്ളി പറഞ്ഞു നമ്മൾ കയറാൻ സാധിച്ചില്ല, നമ്മൾ അലോഡ് ചെയ്തില്ല. അപ്പോൾ ഇത് ഫ്രീ ഓഫ് എൻട്രി ആണ്. ഇത് 18th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ഒരു ഫോർട്ട് റിനോവേഷൻ ചെയ്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക്കിനായിട്ട് 2003 പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഈ കാണുന്ന ഫാമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത. ഇതിനുള്ളിൽ നമുക്ക് പ്രവേശിക്കാം, പക്ഷേ അനുവാദം മേടിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ. ഇതിനുള്ളിൽ തന്നെ ചെറിയ അരുവികളും വാഴ, മാവ്, അതുപോലെ തന്നെ ഈന്തപ്പനകളെല്ലാം കൂടെ കൂടി ഒരു ഹ്യൂജ് ഏരിയയിലാണ് ഈ ഫാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫാമാണിത്. നമുക്ക് കാണാൻ സാധിക്കും ജബൽ ഹഫീദിൻ്റെ ഇങ്ങേ അറ്റം. നമ്മൾ പണ്ട് ജബൽ ഹഫീദിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജബൽ ഹഫീദ് മല ഒരു ഭാഗം UAE ഒരു ഭാഗം ഒമാനിലുമാണ്. അപ്പോൾ ഒമാനിലെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾ കണ്ടു കാണാമായിരിക്കും. ഈ ലൊക്കേഷനിൽ നിന്ന് ഏകദേശം 398 കിലോമീറ്റർ യാത്ര ചെയ്ത് നമുക്ക് മസ്കറ്റിലെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നിസ്വ ഒരു ബ്യൂട്ടിഫുൾ ട്രാവൽ ഡെസ്റ്റിനേഷനാണ് ഒമാനിലെ. അവിടേക്ക് 258 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നിസ്വയിലെത്താൻ സാധിക്കുക. അപ്പോൾ നമ്മൾ പെട്രോൾ സ്റ്റേഷൻ കാണുകയാണെങ്കിൽ പെട്രോൾ മസ്റ്റായിട്ട് അടിച്ചിരിക്കണം, കാരണം പെട്രോൾ സ്റ്റേഷൻ ഒത്തിരി അകലെയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഓൺ കാറിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒമാനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ കാറിൽ തന്നെ ആയിരിക്കും ട്രാവൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എമിറേറ്റ്സ് ഐ ഡിയും പാസ്പോർട്ടും കരുതിയിരിക്കണം. നമ്മുടെ കൂടെ ആരെങ്കിലും വിസിറ്റർ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒമാൻ വിസ എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഒമാനിലേക്ക് പോകണമെങ്കിൽ UAE ഏറ്റവും എളുപ്പമായിട്ട് പോകാൻ പറ്റുന്ന 2-3 ബോർഡറുകളാണ്. ഒന്ന് കാത്തിം ഷുക്ല അലൈനിലുള്ള കാത്തിം ഷുക്ല ബോർഡർ, അല്ലെങ്കിൽ മെസിയാദ് ബോർഡർ. നമ്മളിന്ന് മെസിയാദ് ബോർഡറിൽ കൂടിയാണ് വന്നത്. അല്ലെങ്കിൽ ദുബായിലെ ഹത്ത ബോർഡറിൽ കൂടിയാണ് പോകേണ്ടത്. ബാക്കിയെല്ലാ ബോർഡറുകളും ലോക്കൽസ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് എമിറാത്തികൾക്ക് അല്ലെങ്കിൽ ഒമാനികൾക്കൊക്കെ വേണ്ടിയാണ് ആ ബോർഡർ ഉപയോഗിക്കുക. നമുക്ക് പോകണമെങ്കിൽ ഈ ഒരു ബോർഡറാണ് ഏറ്റവും ഈസി ആയിട്ട് പോയിട്ട് തിരിച്ച് റിട്ടേൺ വരാനുള്ള ഇത്. അപ്പോൾ ഹത്ത ബോർഡറും ഒക്കെ നമ്മൾ ഒത്തിരി ആളുകൾ ട്രാവൽ ചെയ്യുന്നൊരു ബോർഡറാണ്. അപ്പോൾ നമ്മളിന്ന്
മെസിയാദ് ബോർഡറിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി UAE ബോർഡറിൽ കിടക്കുമ്പോൾ തന്നെ നമ്മളെല്ലാ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കും 30 ദിർഹംസ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ 30 ദിർഹംസ് പേ ചെയ്ത് പുറത്തേക്ക് വന്ന് UAE ബോർഡർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ട്രാവൽ ഡെസ്ക് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കാണാം. അവിടെ പോയി നമ്മൾ കാർ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ അവിടെ പോയി കാർ ഇൻഷുറൻസ് എടുത്തിട്ട് വേണം നമ്മൾ ഒമാൻ ബോർഡറിലേക്ക് ചെല്ലാൻ. ഒമാൻ ബോർഡറിലേക്ക് ചെല്ലുമ്പോൾ പാസ്പോർട്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് കാണാം. അവിടേക്കാണ് ചെല്ലുക. എൻ്റെ കൂടെ ഒരാൾ UAE വിസ ഇല്ലായിരുന്ന ഒരാളുണ്ടായിരുന്നു, അതായത് എമിറേറ്റ്സ് ഐഡി ഇല്ലാത്ത ഒരാളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോയത്. അവിടെ നിന്ന് പാസ്പോർട്ടിൽ സീൽ വെച്ച് അവർ അലോ ചെയ്തതിന് ശേഷമാണ് ഒമാൻ ബോർഡറിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾ ഒമാൻ ബോർഡറിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഒമാനിലേക്കോ അതായത് തിരിച്ച് റിട്ടേണിലേ വരികയാണ് നമ്മുടെ കൂടെ UAE പാസ്പോർട്ട് ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐഡി ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഈ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഈ ഒമാനിലെ കുറച്ച് ഏരിയ കവർ ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ജബൽ ഫീത്ത് മല. അപ്പോൾ നമ്മൾ ഇവിടെ ഒമാനിൽ നമ്മുടെ UAE കാട്ടിലും പെട്രോളിന് വളരെയധികം ചീപ്പ് റേറ്റാണുള്ളത്. ഇവിടെ നമ്മൾ കണ്ടിരുന്നു മഹാ എന്ന് പറഞ്ഞ ഒരു റെഡ് ബോട്ടിലുള്ള പെട്രോൾ സ്റ്റേഷൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒമാൻ ഓയിൽ എന്ന് പറയുന്ന പെട്രോൾ സ്റ്റേഷനിലേക്കാണ്. അതുപോലെ തന്നെ ഒമാൻടെൽ എന്ന് പറയുന്ന സിമ്മാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ ഒമാൻ ബോർഡർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു ഷോപ്പ് കാണാൻ സാധിക്കും. അതിൻ്റെ ബോർഡ് തന്നെ ഒമാൻടെൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു മലയാളിയുടെ കടയാണ്. അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഒമാനിലെ സിം എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കയറി നമ്മുടെ ആവശ്യത്തിനുള്ള വണ്ടി ഫുൾ ടൈം പെട്രോൾ അടിക്കുകയാണ്. ഇവിടെ പെട്രോളിന് റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ 2 മലയാളികളാണ് കണ്ടത്. അവർ തിരുവനന്തപുരംകാരാണ്. അപ്പോൾ അവരുടെ കൂടെ 2 ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ യാത്ര നമ്മൾ തിരിച്ച് UAEയിലേക്ക് പോയി. എനിക്ക് പെട്ടെന്ന് തിരിച്ച് UAEക്ക് പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് നമ്മൾ ഒമാനിൽ ഒത്തിരി സഞ്ചരിച്ചില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു അഗൈൻ. ബൈ ബൈ.